ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ചാനൽ ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻക്യുബേറ്ററാണ്. നമുക്ക് കോഴിയുടെയോ കാട അങ്ങനെ എല്ലാ ഇതും ഹാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ. ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തെർമോകോൾ ബോക്സാണ്. ഈ ബോക്സിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കുറേ നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ടെമ്പറേച്ചർ പുറത്തേക്കോ അകത്തേക്കോ കടക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഈ തെർമോകോൾ ബോക്സ്. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ കറണ്ട് പോയാലും കുറച്ച് നേരം ടെമ്പറേച്ചർ അതിൻ്റെ ഉള്ളിൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കില്ലേ, അതുപോലെ തന്നെ ഈ തെർമോകോൾ ബോക്സിലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ ബെസ്റ്റായിട്ട് വേണ്ടത് ഒരു തെർമോകോൾ ബോക്സാണ്. ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു നല്ല തിക്നെസ് കൂടി ഒരു തെർമോകോൾ ബോക്സ് മേടിച്ച് വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഐസൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഐസ് കുറേ നേരം അരിയാതെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ തെർമോകോൾ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ ഇൻക്യുബേറ്ററിന് ഫസ്റ്റായിട്ട് വേണ്ടത് നമുക്കൊരു തെർമോകോൾ ബോക്സ്. ഇനി നമുക്ക് മുട്ട വിരിയാനായിട്ട് ഒരു 37.5 ഡിഗ്രിയാണ് വേണ്ടത്. കോഴിമുട്ട, കാടമുട്ട എല്ലാം വിരിയാനായിട്ട് 37.5 ഡിഗ്രിയാണ് വേണ്ടത്. സമയത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻകാൻഡസൻ്റ് ലാമ്പാണ്. ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് ഒരു 40 വാട്ടിൻ്റെ ലാമ്പാണ്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ബോക്സിനുള്ള ടെമ്പറേച്ചർ 37.5 ഡിഗ്രി ആക്കാൻ പറ്റും. പിന്നെ ഈ ബൾബ് വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു സൈഡിൽ മാത്രം ടെമ്പറേച്ചർ കൂടി കുറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ എല്ലാവിടെയും ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി നമുക്കൊരു CPU-ൻ്റെ ഫാൻ ഉപയോഗിക്കാം. ഈ ഫാൻ വെച്ചിട്ട് നമ്മൾ മൊത്തം എയർ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ എല്ലാം ഒരേ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ കിട്ടും. ഇനി ടെമ്പറേച്ചർ കൂടാനും സാധ്യതയുണ്ട് നമുക്ക്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് 3 ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഈ 37.5 ഡിഗ്രിയുടെ മുകളിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓഫ് ആവാനും, പിന്നെ ടെമ്പറേച്ചർ ഭയങ്കര ലോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓൺ ആക്കാനും ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫിഷ്യൻസി കൂടും, നമ്മുടെ കറണ്ട് ബില്ല് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അടുത്ത ഈ തെർമോസ്റ്റാറ്റിന് വേണ്ട ഒരു സപ്ലൈ ആണ്. ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് സപ്ലൈ ആണ്. നമുക്കൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഈ തെർമോസ്റ്റാറ്റിൻ്റെ സപ്ലൈ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനാവശ്യമുണ്ട്. ഇത് നമുക്ക് 12 വോൾട്ടിൻ്റെ ഏകദേശം ഒരു 150 രൂപയ്ക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഇത് ഇത്തിരി പവർ കൂടിയാണ്. ഞാൻ ഇവിടെ വീട്ടിലുള്ളത് ഉപയോഗിച്ചതാണ്. ഇനി കുറച്ച് കേബിളുകളും നമുക്ക് മൊത്തത്തിൽ സപ്ലൈ ഒക്കെ കൊടുക്കാനായിട്ട് കുറച്ച് കേബിളുകളും ഇത്രയും ആയിട്ടാണ് വേണ്ടത്. നമുക്കൊരു തെർമോകോൾ ബോക്സ് വേണം, ഒരു CPU ഫാൻ വേണം, ഒരു 40 വാട്ടിൻ്റെ ബൾബ് വേണം, തെർമോസ്റ്റാറ്റ് വേണം, അതിൻ്റെ പവർ സപ്ലൈ വേണം. ഇത്രയും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ ഒരു 50 രൂപ കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 40 എഗ് വരെ നമുക്ക് ഹാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ബോക്സിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും. ഉള്ളിലാണ് ഈ ഫാനും ബൾബും നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ കേബിൾസ് പുറത്തെടുത്തിട്ട് പുറത്ത് ഇതിൻ്റെ കൺട്രോളർ വെക്കാം. ഈ ബോക്സിൻ്റെ ഡോറിന് ഈ കൺട്രോളറൊന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ഡോർ നമുക്ക് എല്ലാ ദിവസവും ഇത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഓപ്പൺ ചെയ്ത് നമുക്ക് മുട്ട ഒരു ദിവസം 2 നേരം വെച്ച് തിരിച്ച് വെക്കണം, എങ്കിൽ അത് ഹാച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ബൾബും ഈ സൈഡിൽ ഫാനുമായിട്ടാണ് വെക്കാൻ പോകുന്നത്. നമുക്കിവിടെ ബൾബ് സെറ്റ് ചെയ്യാം. ഈ ബൾബിൻ്റെ ക്യാപ്പ് ഞാൻ എടുത്ത് കളയാണ്. ഞാൻ ഒരു കേബിൾ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കെട്ടുന്നത്. അപ്പോൾ ക്യാപ്പ് ഒരു തടസ്സമായിട്ട് മാറും. അപ്പോൾ ആ ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ടാണ് കെട്ടാൻ പോകുന്നത്. ബൾബ് ഞാനിപ്പോൾ ഒരു കേബിളിട്ട് ടൈറ്റ് ചെയ്യാണ്. അതിൻ്റെ ബൾബിൻ്റെ ഈ 2 കേബിളും നമ്മളിപ്പോൾ പുറത്തെടുത്ത് കാണും. ഇനി നമുക്ക് ഈ ഫാൻ ആണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്. ഇതിൻ്റെ എയർ പുറത്തേക്ക് പോകുന്നൊരു ഇത് സക്ക് ചെയ്തെടുക്കുന്നതും ഇത് എയർ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡയറക്ഷനിലാണ് വെക്കുന്നത്. പിന്നെ ഏകദേശം നടുക്കായിട്ട് വെക്കണം, കാരണം ബൾബ് ഇവിടെ വരെ എത്തും. ബൾബിൻ്റെ ടെമ്പറേച്ചർ മൊത്തത്തിൽ ഒന്ന് ഈക്വലായിട്ട് എത്താനായിട്ട് നമുക്കിത് നടുക്കായിട്ട് വെക്കാം. ബൾബും ഫാനും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ കൺട്രോളർ നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഈ ബോക്സ് അടയ്ക്കാം. ഫാനിൻ്റെ കണക്ഷനും ബൾബിൻ്റെ കണക്ഷനും ടെമ്പറേച്ചർ കൺട്രോൾ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഈ ബോക്സിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഗ്ലൂ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. കുറച്ച് ഗ്ലൂ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ.
ഇത് ഒട്ടിച്ച് വയ്ക്കാം. അധികം കൂടുതൽ ഒന്നും ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഈ സെൻസർ നമുക്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു 12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുക്കണം. അതിന് കയറ്റി മുമ്പ് നമുക്ക് ഇത് സാധനം ഒന്ന് കെട്ടി വയ്ക്കാം. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഈ ഫാനിൻ്റെ അതേ ഹോളിലൂടെ നമുക്കൊന്ന് കെട്ടി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലോണം കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോടുകൂടെ ഫാനിൻ്റെ കണക്ഷനും ഈ DC പവർ സപ്ലൈയുടെ കണക്ഷനും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഫാനും ഈ DC സപ്ലൈയും കൂടി പാരലൽ ചെയ്തിട്ട് കൊടുക്കണം. ഫാൻ 12 വോൾട്ടിൻ്റെ ഫാൻ ആയതുകൊണ്ട് നമുക്കിത് പാരലൽ ചെയ്തിട്ട് കൊടുക്കാം. ഫാനും നമ്മൾ 12 വോൾട്ട് സപ്ലൈയും കൂടി പാരലൽ ചെയ്തിട്ടുണ്ട്. അത് നേരെ ഈ ബോർഡിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് റെഡ് വയർ കറക്റ്റ് ഇതിൻ്റെ 12 വോൾട്ട് പ്ലസ് 12 വോൾട്ടിനും ബ്ലാക്ക് വയർ നമുക്ക് ഗ്രൗണ്ടിലും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ബോർഡിലേക്കുള്ള 12 വോൾട്ട് സപ്ലൈയും പിന്നെ ഈ ഫാനിൻ്റെ ഇതും പാരലൽ ചെയ്ത് ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബൾബിൻ്റെ സപ്ലൈയും കൂടി ബോർഡിലേക്ക് കൊടുത്തിട്ട് ബൾബിലേക്കുള്ള പവർ പുറത്തേക്ക് എടുക്കണം. ഇനി അതും കൂടി ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ 230 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇത് നമ്മൾ ബൾബിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ന്യൂട്രൽ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഈ 2 ഫേസും ഈ കേസുകൾ കേബിളിലേക്ക് കൊടുക്കണം. അത് നമുക്ക് ഈ കേബിളുകൾ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഒരു റെഡ് വയർ കേബിളിലോട്ടും മറ്റേ റെഡ് കേബിളിലോട്ടും നമുക്ക് കൊടുക്കാം. ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. നമുക്ക് അതിന് മുമ്പ് ഈ സെൻസർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. സെൻസർ നമുക്ക് എവിടെയായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അത് തന്നെ നമുക്ക് സപ്ലൈ കണക്ട് ചെയ്യാം. ഡിഗ്രി കാണിക്കുന്നുണ്ട്. ബൾബിൻ്റെ പവർ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ബൾബ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് ഞാൻ കാണിച്ചത്. നമുക്കിനി ഇത് ടെമ്പറേച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഈ തെർമോസ്റ്റാറ്റ് 37.5 ആകുമ്പോഴാണ് ഓഫ് ആവുക. അതായത് നമ്മൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 37.5 സെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസും മൈനസും വഴി അഡ്ജസ്റ്റ് ചെയ്ത് ഇത് 37.5 ആക്കാൻ പറ്റും. നമുക്കിനി ലോവർ സെറ്റ് ചെയ്യാം. ലോവർ സെറ്റ് ചെയ്യാനായിട്ട് ഈ സെറ്റ് ബട്ടൺ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു P0 എന്നൊരു വാല്യൂ ഉണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത് ആകെ P1 P2 പിന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വരുന്ന കട്ട് ഓഫ് ടെമ്പറേച്ചറും. അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് കട്ട് ഓഫ് ടെമ്പറേച്ചർ. ഇത് നമുക്ക് 37.5 തന്നെ സെറ്റ് ചെയ്യാം. കാരണം ടെമ്പറേച്ചർ അത്ര ഇത്തിരി ചെറിയൊരു വ്യത്യാസം വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇതാണ് കട്ട് ഓഫ് ടെമ്പറേച്ചർ. അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് P1 സെറ്റ് ചെയ്യാം. അല്ല P0 ഹീറ്റ് അല്ലെങ്കിൽ കൂളാണ്. ഹീറ്റായിട്ടാണ് ഇനി P1 0.5 അതായത് 37 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓൺ ആവും. 37.5 ആകുമ്പോൾ ബൾബ് ഓഫ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ മേക്കിംഗ് വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുട്ട വെക്കണം. പിന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് വെള്ളവും വെക്കണം. മുട്ട വെക്കാനായിട്ട് ഞാൻ ചെറിയൊരു നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ അതിൻ്റെ ഒരു വെക്കുന്നുണ്ട്. അത് ഞാനൊരു 5 നാടൻ മുട്ട വെക്കുന്നുണ്ട്. അതിൽ മുട്ടയുടെ മുകളിൽ ജസ്റ്റ് ഒരു സൈഡ് ഞാൻ കുറച്ച് കളർ ചെയ്യും.
എന്നിട്ട് നമുക്കിവിടെ വയ്ക്കാം. അങ്ങനെ കളർ ചെയ്ത ഭാഗം രാവിലെ മുകളിലോട്ടും മറ്റേ വൈകിട്ട് അടിയിലോട്ടും എന്ന രീതിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും മറച്ച് വയ്ക്കുക. അത് നമുക്ക് പൊസിഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ മറച്ച് വെച്ചാലേ മുട്ട വിരിയുള്ളൂ, അല്ലെങ്കിൽ മുട്ട കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇൻക്യുബേറ്റർ പെട്ടെന്ന് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെയിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഇത് വയ്ക്കാം. വെള്ളം കുറച്ച് വീണ് പോയി. വെള്ളം ഒരിക്കലും ബൾബൊന്നും വീഴാൻ ശ്രദ്ധിക്കണം. ബൾബൊന്നും വീണ് കഴിഞ്ഞാൽ ബൾബ് കൊടുക്കും. വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. വെള്ളം കുറഞ്ഞു പോവും, കുറയുന്നതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ ഒന്നുമില്ല. നമുക്ക് ഇനി നാളെ കാലത്താകുമ്പോൾ ഈ മുട്ട നേരെ ആ ബ്ലാക്ക് അടിയിലാവുന്ന രീതിയിൽ തിരിച്ച് വയ്ക്കുക. അത്രേ ഉള്ളൂ ഇൻക്യുബേറ്ററിൻ്റെ പരിപാടി. 37.5 ആകുമ്പോൾ ഇപ്പോൾ ഓഫാവും. ചെറിയൊരു ഫോക്കസിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ 37.2 ഫോണിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഇൻക്യുബേറ്ററിൻ്റെ വലിപ്പം അനുസരിച്ച് ഏകദേശം ഒരു 30 മുട്ടയോളം വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മുട്ട വെച്ചത്. നമുക്കൊരു 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് വീഡിയോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ തരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.